പ്രോഗ്രാം നമ്പർ 50. ഓ രാജഗോപാൽ. അടികൊണ്ടപ്പോൾ കൊയപ്പാം വീട്ടുപറമ്പിൽ ഭാസ്കരാനന്ദ സേതുമാധവൻ എന്നായിരുന്നു അവൻ്റെ മുഴുവൻ പേര്. പക്ഷെ ഞങ്ങളെല്ലാവരും അവനെ സേതു എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയിരിക്കവേ ഒരിക്കലതാ സേതു മറ്റൊരു ചെറുപ്പക്കാരനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരുന്നു. അയാളുടെ പേര് രവികുമാർ എന്നാണത്രേ. രണ്ടുപേരും ഹൈലി ക്വാളിഫൈഡ് ആണ്. രണ്ടുപേർക്കും ഫിസിക്സിൽ PhD ഉണ്ട്. സേതു അമേരിക്കയിലെ അപ്പോളോ ശൂന്യാകാശ വാഹന കേന്ദ്രമായ നാസയിലേക്കും രവികുമാർ ഫ്രാൻസിലെ ലൂയി പാസ്റ്റർ പഠിച്ച കോർണൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഉയർന്ന സ്കോളർഷിപ്പ് നേടി പോകാനിരിക്കുകയാണ്. അതിനു മുമ്പ് നാട്ടിൽ ശാസ്ത്രസംബന്ധമായി അന്ധവിശ്വാസങ്ങൾക്കെതിരായി എന്തെങ്കിലും ഒരു പ്രായോഗിക പ്രവർത്തനമെങ്കിലും ചെയ്യണമെന്ന് അഗാധ മോഹമുണ്ടായിരുന്നു അവർക്ക്. ഈ കാര്യത്തിനായി അവർ പലരെയും സമീപിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഇത്രേ ഫലം. ഏതോ ചില വായനശാല പ്രവർത്തകരാണ് അവർ രണ്ടുപേരെയും എൻ്റെ അടുത്ത് എത്തിച്ചത്. ഞാൻ അവരുടെ ശ്രദ്ധ വളം ചേർക്കാത്ത പച്ചക്കറി കൃഷിയിലേക്കാണ് തിരിച്ചുവിട്ടത്. ഞാനും കൂടെ കൂടാമെന്നും പറഞ്ഞു. പക്ഷെ അവർക്കത് എന്തോ ദഹിച്ചില്ല. ഇര പോരായിരുന്നു. അവർ ആകെ ഒരു ഫൈറ്റിംഗ് മൂഡിലായിരുന്നു. ഒരു ദിവസം അവർ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് അതിസുന്ദരിമാരായ ചെറുപ്പക്കാരികളും ഉണ്ടായിരുന്നു. ഞാൻ സേതുവിനോട് പറഞ്ഞു, സേതു, നിങ്ങൾ ബാച്ചിലേഴ്സ് ആണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ രവികുമാർ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല. ഇവർ ഞങ്ങളുടെ ഭാവി വധുക്കളാണ്. ഞങ്ങൾ വിദേശത്ത് പോകുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് കൂടെ കൊണ്ടുപോകാനാണ് ഉദ്ദേശം. ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. കാരണം ഈ കാണുന്ന രണ്ടാളിൽ ഒരാൾ നസ്രാണിക്കുട്ടിയാണ്, മറ്റവൾ ഈഴവ ജാതിക്കാരിയാണ്. അതിനാൽ പ്രശ്നങ്ങൾ നേരത്തെ തീർത്ത് സ്ഥലം വിട്ടേ പറ്റൂ. ആ ചെറുപ്പക്കാരികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് തന്നെ ഞങ്ങൾ എത്രയോ പഴയ പരിചയക്കാർ എന്ന നിലയ്ക്കാണ്. അവരുടെ കയ്യിൽ വലിയ പൊതികളുണ്ടായിരുന്നു. അവർ വളരെ വേഗം ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങളാകുകയും അവർ കൊണ്ടുവന്ന പൊതിയിലെ കോഴിയും മത്സ്യവും മറ്റും ഉപയോഗിച്ച് ഞങ്ങളുടെ അടുക്കളയിൽ കയറി കൂട്ടാനും മറ്റും ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മുഴുവൻ കഴുകി വൃത്തിയാക്കി വീടിന് തന്നെ ഒരു പുതിയ മുഖച്ഛായ നൽകി. അതിന് ശേഷമാണ് അവർ വൈകുന്നേരം സ്ഥലം വിട്ടത്. പിന്നെ അവരെ ഞാൻ കണ്ടിട്ടേയില്ല. അങ്ങനെയിരിക്കെയാണ് അതുണ്ടായത്. അവിടെ വളരെ ഉള്ളോട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഏതോ ഒരു സംഘം വന്ന് കപട ദൈവക്രിയകൾ കാണിച്ച് ആളുകളെ പണം പറ്റിക്കുന്നു എന്ന വാർത്ത ഉണ്ടായി. ആദ്യം രവികുമാറും സേതുവും പോയി അന്വേഷണം നടത്തി. പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ മാഗസീനിൽ ഇന്ത്യൻ റോപ്ട്രിക്ട് എന്ന പേരിൽ വന്നൊരു ലേഖനം ഞാൻ വായിച്ചിരുന്നു. അല്പം കട്ടിയുള്ളൊരു തുണി കൊണ്ട് നീണ്ട ഒരു തിരിയുണ്ടാക്കി അവയ്ക്കിടയിൽ പ്രത്യേക അകലങ്ങളിൽ ഭാരമുള്ള കല്ലുകൾ വെച്ച് തുന്നുക. എന്നിട്ട് ആ തിരി എണ്ണയിൽ മുക്കി തൂക്കിയിടുക. താഴെ നിന്ന് തിരി കത്തിച്ചാൽ തിരിയിൽ നിന്ന് കല്ലുകൾ കത്തുന്ന വഴിക്ക് ഓരോന്നായി താഴെ ഇങ്ങനെ വീഴും. ആ വീഴുന്ന സ്ഥലത്ത് ഒരു കിണ്ണം കമിഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ തിരി കത്തിക്കൊണ്ടിരിക്കെ കല്ല് വീണ് നല്ല ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നയം 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 നയം. അതിന് 2-3 മിനിറ്റിൻ്റെ ഇടവേളയുണ്ടായിരിക്കുകയും ചെയ്യും. ആ ഇടവേളകൾ കല്ലുകളുടെ അകലം കൊണ്ട് നിശ്ചയിക്കാവുന്നതാണ്. ഓരോ കല്ലുകൾ കിണ്ണത്തിന് മുകളിലേക്ക് വീണുകൊണ്ടിരിക്കും. ഇതൊരു സാധാരണ വളരെ ലളിതമായ പ്രക്രിയയാണ്. ഒരു ചെറിയ കുട്ടിക്ക് പോലും ചെയ്യാവുന്നത്. ഈ കാര്യത്തെയാണ് അന്ധവിശ്വാസികളെ കൊണ്ട് മുതലെടുപ്പിക്കുന്നത്. ഇത് ചെയ്തു കൂട്ടുന്ന കള്ളസംഘക്കാർ എല്ലാവരെയും പുറത്തു നിർത്തി തിരിയുടെ അടിഭാഗം കത്തിച്ച ശേഷം വാതിലടയ്ക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ആരും കാണില്ല. തിരി കത്തിത്തീർന്നു കൊണ്ടിരിക്കെ
കല്ലുകൾ പ്രത്യേക ഇടവേളകളിൽ നാം 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 എന്ന ശബ്ദത്തോടെ ഓരോന്നായി കിണ്ണത്തിന് മുകളിലേക്ക് പ്രത്യേക ഇടവേളകളിൽ വീണുകൊണ്ടിരിക്കുന്നു. ആ ഇടവേള ചിലപ്പോൾ 1 മിനിറ്റായിരിക്കാം, 2 മിനിറ്റായിരിക്കാം, 3 മിനിറ്റായിരിക്കാം. ആദ്യത്തെ കല്ല് കിണ്ണത്തിൻ്റെ മുകളിൽ വീഴുമ്പോൾ ദൈവം എത്തിക്കഴിഞ്ഞു എന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. സംഭീതരായിരിക്കുന്ന ഭക്തരെ കൊണ്ട് സ്വർണം, പണം എന്നിവ ദക്ഷിണയായി ബലം പിടിച്ച് വാങ്ങിക്കുന്നു. അപ്പോഴും വാതിൽ തുറക്കുന്നില്ല. തിരി കത്തിക്കൊണ്ടിരിക്കെ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച കല്ല് കഷ്ണങ്ങൾ കിണ്ണത്തിന് മുകളിലേക്ക് പ്രത്യേക ഇടവേളകളിൽ വീണുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ പ്രത്യേക പ്രക്രിയകളായി വ്യാഖ്യാനിക്കപ്പെടുന്നു. മിക്ക വിഡ്ഢികളെയും മണിയടി കൊണ്ട് തന്നെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തു കഴിഞ്ഞിരിക്കും. കാരണം ആരുമില്ലാത്ത ശൂന്യമായ അടഞ്ഞിരിക്കുന്ന ഒരു മുറിയിൽ നിന്നല്ലേ കൃത്യമായ ഇടവേളകളിൽ മണിയടി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഞങ്ങൾ 3 പേരും അവിടെയുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ 3 പേരും ഒരേ സമയത്ത് വളരെ ഉച്ചത്തിൽ, ഇത് കള്ളമാണ്, പറ്റിപ്പാണ്, ആരും പണം കൊടുക്കരുത് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇതാരും പ്രതീക്ഷിതല്ലായിരുന്നു. ഇതിൽ ഗൂഢസംഘത്തിലെ അംഗങ്ങളും മറ്റുള്ളവരും കൂടി ചേർന്ന് ഞങ്ങളെ വടിയും ആയുധങ്ങളും ഉപയോഗിച്ച് അടിക്കാനും ദ്രോഹിക്കാനും തുടങ്ങി. സ്വന്തം ജന്മനാട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്തും ഇത്തരം മർദ്ദനങ്ങൾ തീരെ ഏറ്റിട്ടില്ലാത്ത എനിക്ക് ബോധം നഷ്ടപ്പെട്ട പോലെയായി. ഓടാനും വയ്യ. എൻ്റെ ചങ്ങാതികളെന്നെ പുറത്തേക്ക് വലിച്ചിട്ട് ദൂരെ എവിടെയോ പോയി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടുവന്ന് എന്നെ ഒരു ഡോക്ടറുടെ അടുത്തെത്തിച്ചു. ഞാൻ അടികൊണ്ട് ആകെ അവശനായിരുന്നു. എല്ലുകൾക്ക് പോലും പരുക്കുണ്ടായിരുന്നു. തലയ്ക്കും നല്ല അടി കിട്ടിയിരുന്നു. ഇപ്പോഴും അതിൻ്റെ പരുക്കുകൾ എന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട്. ചങ്ങാതിമാരോടോ ബന്ധുക്കളോടോ അയൽവാസികളോടോ ഒന്നും പറയാൻ പറ്റാത്ത കാര്യം. സാമാന്യം മികച്ച വിദ്യാഭ്യാസവും മോശമില്ലാത്തൊരു ജോലിയും ശമ്പളവും ഉള്ള ഞാൻ എന്തിനാണ് ഈ കണ്ടവരുടെ അടികൊള്ളുവാൻ പോയത്? അതിനൊന്നും എനിക്ക് തന്നെ ഉത്തരവുണ്ടായിരുന്നില്ല. പിന്നല്ലേ മറ്റുള്ളവർക്ക്. പ്രിയപ്പെട്ടവരെ, സദാനന്ദൻ സ്വാമിയെ ഞാൻ യാദൃച്ഛികമായാണ് പരിചയപ്പെട്ടത്. അതും ഒരു തീവണ്ടിയിൽ വെച്ച്. ഞാൻ സന്ധ്യാനേരത്ത് കോഴിക്കോട്ട് നിന്ന് കുറ്റിപ്പുറത്തേക്ക് വരികയായിരുന്നു. എൻ്റെ മുന്നിലിരുന്ന വെറും സാധാരണ മനുഷ്യരെ ഞാൻ ശ്രദ്ധിച്ചതേയില്ല. ഞാനാകട്ടെ ആ ഇരുണ്ട വെളിച്ചത്തിൽ അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറ്റിപ്പുറത്തെത്താൻ ഏറെ സമയമുണ്ടല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണുകൾ കടഞ്ഞ് അക്ഷരങ്ങൾ കാണാതായി വെറുതെ ഇരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുന്നിൽ നിന്ന് മനുഷ്യൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് മലയാളം നന്നായി വശമില്ലാത്തതുപോലെ തോന്നി. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ എ ലോങ് ടൈം. യു ആർ എ ഫൂൾ. ഈ ഇരുണ്ട വെളിച്ചത്തിൽ ആരെങ്കിലും വായിക്കുമോ? അതും ഈ ഇളകുന്ന വണ്ടിയിൽ. ദ അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ യുവർ റെറ്റിന ആൻഡ് ദ ന്യൂസ് പേപ്പർ വുഡ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ടു. അദ്ദേഹം പറഞ്ഞാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതും കൂടി ഇതോടൊപ്പം അധികരിക്കാനാണ് സാധ്യത. ഞാനതെല്ലാം വളരെ ശാന്തമായി കേട്ടു. കാരണം അദ്ദേഹം പറഞ്ഞതായിരുന്നു ശരി. മെല്ലെ ഞങ്ങൾ സുഹൃത്തുക്കളായി. എൻ്റെ രോഗങ്ങളെപ്പറ്റിയും അടികൊണ്ടതിനെപ്പറ്റിയും അതുകൊണ്ടുണ്ടായ കുഴപ്പങ്ങളെപ്പറ്റിയും വിശദമായി പറഞ്ഞു മനസ്സിലാക്കി. അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ടു. ആകെ എന്നോട് ചോദിച്ചത് എൻ്റെ താമസ സ്ഥലത്തെപ്പറ്റിയും അദ്ദേഹം നിങ്ങളെപ്പോഴാണ് കുളിക്കുക എന്നും മുതൽ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ 7:30 മണിക്കും രാത്രി 8 മണിക്കുമാണ് ഞാൻ കുളിക്കാറ് എന്ന് പറഞ്ഞു. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ഒരു സന്ധ്യയ്ക്ക് ശേഷം 7:45-നാണ് അദ്ദേഹം എൻ്റെ വീട്ടിലെത്തിയത്. അന്വേഷിച്ചെത്തിയതാണ്. ഞാൻ കുളിക്കുവാൻ പോവുകയായിരുന്നു. ഏതാണ്ട് എല്ലാ അയൽവാസികളും TV സീരിയലുകളിൽ മുഴുകിയ സമയമായതിനാൽ ഞാൻ തോർത്തോ ഷെഡ്ഡിയോ ഒന്നുമിടാതെ പുറത്ത് നഗ്നനായിട്ടാണ് കുളിക്കാറ്. കുളിമുറി ഉപയോഗിക്കാറേ ഇല്ല. സാധാരണ ചെയ്യാറുള്ളതുപോലെ ഞാൻ ആദ്യമായി കപ്പിൽ തണുത്ത വെള്ളമെടുത്ത് തലയിലേക്ക് ഒഴിക്കുവാൻ തുടങ്ങി. നിർത്തടോ! സദാനന്ദൻ്റെ കൽപ്പന. ആദ്യം താൻ തല തോർത്ത്. ഞാൻ ഉണങ്ങിയ തോർത്തുകൊണ്ട് തലമുടി മുഴുവൻ തോർത്തി.
ആദ്യം മുഖം സോപ്പ് തേച്ച് കഴുകി വൃത്തിയാക്കൂ. ഞാൻ പറഞ്ഞു, ഞാൻ 19 കൊല്ലമായി സോപ്പ് ഉപയോഗിക്കാറേയില്ല. അപ്പോൾ സദാനന്ദ സ്വാമി ചോദിച്ചു, അപ്പോൾ ബാർബർ ഷോപ്പിൽ പോകുമ്പോഴോ? ഞാൻ പറഞ്ഞു, ഞാൻ 19 കൊല്ലമായി ഏതെങ്കിലും ഒരു ബാർബർ ഷോപ്പിൽ പോയിട്ട്. ഷേവിങ്ങും കട്ടിങ്ങും ഒക്കെ ഒറ്റയ്ക്കാണ്. ട്രിമ്മർ എന്ന വില കുറഞ്ഞൊരു ഉപകരണമാണ് ഉപയോഗിക്കാറ്. ഹെയർ കട്ടിങ്ങിന് ഇപ്പോൾ 150 രൂപ വേണം, ഷേവിങ്ങിന് 50 രൂപയും. എനിക്കാണെങ്കിൽ 10 പൈസയുടെ ചെലവില്ല, ആരുടെ മുന്നിലും തലകുനിക്കുകയും വേണ്ടല്ലോ. മുഖം കഴുകിയ ശേഷം എന്നോട് ശരീരത്തിൽ വെള്ളം ധാരാളം ഉപയോഗിച്ച് കുളിക്കാൻ പറഞ്ഞു. നട്ടെല്ലിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ചും ധാരാളം വെള്ളമൊഴിക്കാനും പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രം തലയിൽ കുറച്ച് വെള്ളമൊഴിച്ച് കുളിച്ചു തോർത്താൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. അന്നുറങ്ങാൻ ഏറെ സുഖമായിരുന്നു. എന്താ ഇങ്ങനെ ചെയ്യുന്നതിൽ പ്രത്യേകത? ഞാൻ അന്വേഷിച്ചു. സദാനന്ദ സ്വാമി പറഞ്ഞു, നമ്മുടേതൊരു ഉഷ്ണരാജ്യമാണ്. തലയും അതിന് താഴെയുള്ള നേരിയ ഞരമ്പുകളും രക്തക്കുഴലുകളും എപ്പോഴും ചൂടായിട്ട് കൊണ്ടേയിരിക്കും. കുളിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി കുളിക്കുമ്പോൾ, ഈ ചൂടിലേക്ക് പെട്ടെന്ന് തണുത്ത വെള്ളം ഒന്ന് വീഴുമ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ അവയവങ്ങളുടെയും ശക്തി പെട്ടെന്ന് കുറയുന്നു. ചിലപ്പോഴും നമ്മളുടെ ചില ആഘാതങ്ങൾക്ക് പോലും കാരണമുണ്ടാകുന്നു. വേദനകളുടെ ശക്തി കൂട്ടുകയും ചെയ്യുന്നു. ഞാൻ പിന്നീടുള്ള കാലം ഈ രീതിയിലാണ് കുളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വേദനകൾ മെല്ലെ മെല്ലെ കുറഞ്ഞു, ഒരു മരുന്നും കഴിക്കാതെ തന്നെ. അന്ന് രാത്രി ഞാനും സദാനന്ദൻ സ്വാമിയും പച്ചപ്പയറിൻ്റെ ഉപ്പേരിയും കൂട്ടി കഞ്ഞി കുടിച്ചു. അദ്ദേഹം യാത്രയാകുമ്പോൾ ഞാൻ ഒരു ചെറിയ തുക യാത്ര ചെലവെങ്കിലും ആയി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് അദ്ദേഹം വാങ്ങിയതേയില്ല. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങി. പാലം വരെ ഞാൻ അദ്ദേഹത്തെ അനുഗമിച്ചു. ഞാൻ ചോദിച്ചു, ഇനി എങ്ങോട്ടേക്കാണ് സ്വാമി? സ്വാമി പറഞ്ഞു, എനിക്കറിയില്ല. വന്നത് എവിടെയെന്നാണ്? സ്വാമി പറഞ്ഞു, അതും എനിക്കറിയില്ല. കാലിൽ ചെരുപ്പുകൾ പോലുമില്ലാതെ വെളിച്ചത്തിൻ്റെ അഗാധ മേഖലയിലേക്ക് അദ്ദേഹം നടന്നകലുന്ന ഒരു ബിന്ദു പോലെയാകുന്നത് ഏറെ നേരം ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല.